നമുക്ക് എല്ലാവർക്കും അറിയുന്നതും വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. ഇത് ഇന്ത്യയിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ മേഘാലയത്തിൽ പിറവിയെടുത്തതായ ഒരു ഗാനമാണ്. യേശുവിൻ്റെ പിൻപേ പോകുവാൻ തീരുമാനിച്ചു, ഇനി ഒരു പിന്മാറ്റമില്ല എന്നാണ് എൻ്റെ അർത്ഥം. നമുക്കറിയാം, ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളാണ്. മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഇവിടെയൊക്കെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ളതായ സംസ്ഥാനങ്ങളാണ്. അതിൽ തന്നെ മേഘാലയയിൽ ഏതാണ്ട് 75% ക്രിസ്ത്യൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ചില വ്യക്തികൾ രക്തസാക്ഷികളായി തീർന്നതുകൊണ്ടാണ് ഇപ്രകാരം അവിടെ ആ സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായി തീർന്നതെന്നാണ് ചരിത്രം പറയുന്നത്. പരസ്പരം പോരടിച്ചും വേട്ടയാടിയും അപരിഷ്കൃതമായ ജീവിതം നയിച്ചതായ ഒരു ജനതയാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത്, ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് പ്രെസ്ബിറ്റേറിയൻ മിഷണറിമാരും അതുപോലെ ബാപ്റ്റിസ്റ്റ് മിഷണറിമാരും കടന്നു വന്ന് അവിടെ സുവിശേഷം അറിയിക്കുകയും അനേകര് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. അതിൽ ഒരു വ്യക്തിയാണ് നോങ്സങ് എന്ന യുവാവ്. ആ യുവാവും അവൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ആ ഗോത്ര തലവൻ അതറിഞ്ഞപ്പോൾ വളരെ കോപിതനായി തീർന്നു. ഈ കുടുംബത്തിന് എതിരായി തീർന്നു. അതിനുശേഷം ഈ യുവാവിനെ ആ ഗോത്രത്തലവൻ വിളിച്ചു, പല പ്രലോഭനങ്ങളും കൊടുത്തു, ഭീഷണിപ്പെടുത്തി ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. പക്ഷേ ആ യുവാവ് പറഞ്ഞു, ഞാൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചു, ഇനിയൊരു പിന്മാറ്റമില്ല. ആ ക്രൂരനായ ആ ഗോത്രത്തലവൻ അവൻ്റെ 2 കുഞ്ഞുങ്ങളെയും, ഈ യുവാവിൻ്റെ നോക്സങ്ങിൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഈ യേശുവിനുള്ള വിശ്വാസം ത്യജിക്കണം, അല്ല എങ്കിൽ കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു വീഴും. അപ്പോഴും നോക്സങ് പറഞ്ഞു, ഞാൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചു, ഇനി ഒരു പിന്മാറ്റമില്ല. ആ 2 കുഞ്ഞുങ്ങളും അമ്പുകളേറ്റ് അവിടെ പിഴഞ്ഞു വീണ് മരിക്കുകയാണ്. തുറന്ന് അവനധികമായി സ്നേഹിക്കുന്ന അവൻ്റെ ഭാര്യയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഈ നിന്റെ ഭാര്യ, നീ അധികം സ്നേഹിക്കുന്ന ഭാര്യ മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ യേശുവിനെ തള്ളിപ്പറയണം, ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം. അപ്പോഴും നോക്സങ് പറഞ്ഞു, ഞാൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചു, ഇനിയൊരു മടങ്ങിപ്പോക്കില്ല, ഇനിയൊരു പിന്മാറ്റമില്ല. ആ ഭാര്യയും അവിടെ മരിച്ചു വീഴുകയാണ്. അവസാനം ഈ നോക്സങ് എന്ന യുവാവ് മാത്രം ശേഷിച്ചു. അവരോടും ആ ഗോത്രത്തലവൻ പറയുകയാണ്, നീ മാത്രമേ ഉള്ളൂ, നിന്റെ ജീവനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം ത്യജിക്കണം. അപ്പോഴും ആ യുവാവ് വളരെ ദൃഢതയോട് പറയുകയാണ്, ഞാൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചു, ഇനിയൊരു പിന്മാറ്റമില്ല. ആ യുവാവും അവിടെ പിടഞ്ഞു വീഴുകയാണ്. 4 മൃതശരീരങ്ങൾ രക്തമൊലിച്ച് കിടക്കുന്നു. വളരെ ക്രൂരമായ അല്ലെങ്കിൽ വളരെ ഭീരമായ ഒരു അന്തരീക്ഷം. മറ്റു ഗോത്രത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ഗോത്രത്തലവൻ നിർവികാരതയോടെ ഈ ശവശരീരമൊക്കെ നോക്കി. അല്പനിമിഷം ശേഷം അദ്ദേഹം തലയുയർത്തി പറയുകയാണ്, ഈ നോക്സങ്ങിന്റെ ഈ യേശുവിനെ പിൻപറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ട് മറ്റുള്ളവരെല്ലാവരും അവിടെ കൂടിയിരുന്നവർ അത്ഭുതപ്പെട്ടു. കാരണം യേശുവിനെ പിൻപറ്റി എന്നുള്ളത് കാരണത്താലാണ് ആ കുടുംബം മുഴുവനും ഇവിടെ മരിച്ചു വീണിരിക്കുന്നത്, രക്തസാക്ഷിയായി തീർന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇതാ ഈ ഗോത്രത്തലവൻ പറയുന്നു, ആ യേശുവിനെ ഞാൻ പിൻപറ്റാൻ പോവുകയാണ്, ആ നോക്സൻ വിശ്വസിക്കുന്ന യേശുവിനെ ഞാൻ പിൻപറ്റാൻ പോവുകയാണ്. അവൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ ഗോത്രത്തലവൻ തുടർന്ന് പറയുന്നു, താൻ സ്നേഹിച്ച തൻ്റെ ഭാര്യ മരിച്ചു, തൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചു വീണു, ഇനിയും തൻ്റെ ജീവനും നഷ്ടപ്പെടാൻ പോകുന്നു. അപ്പോഴും ആ യുവാവ്
പറയുകയാണ്, ഇനിയും ഒരു പിന്മാറ്റമില്ല. ഈ യേശുവിനിൽ ഞാൻ വിശ്വസിച്ചു, ഈ യേശുവിനെ പിൻപറ്റാൻ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരു പിന്മാറ്റമില്ല. അങ്ങനെയെങ്കിൽ ഈ യേശുവിന് അവൻ വിശ്വസിക്കുന്ന, നോത്സംഗ് വിശ്വസിക്കുന്ന യേശുവിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ യേശുവിനെ പിൻപറ്റാൻ ഞാൻ ആഗ്രഹിക്കുക. ആ ഗോത്രത്തലവൻ അത് തീരുമാനിച്ചപ്പോൾ അവിടെയുള്ള മറ്റുള്ള എല്ലാവരും പറയുകയാണ്, ഞങ്ങളും യേശുവിനെ പിൻപറ്റും. അവരവിടെ നിന്നുകൊണ്ട് ഈ നോത്സംഗ് പറഞ്ഞതായ വാക്കുകൾ, ഞാൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചു, ഇനിയൊരു പിന്മാറ്റമില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസ പ്രഖ്യാപനം അവരൊന്നിച്ചിരുന്ന് പാടി, അവരുടെ ഭാഷയിൽ പാടി. അതാണ് പിന്നീട് ഏറ്റവും പ്രശസ്തമായി തീർന്നത്, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. പ്രിയമുള്ളവരെ, യുവാവിൻ്റെ കുടുംബം രക്തസാക്ഷിയായി തീർന്നതുകൊണ്ട് ആ ഗോത്രം മുഴുവനും യേശുവിനെ അറിഞ്ഞു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതുമാത്രമല്ല, ആ സംസ്ഥാനം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനമായി തീർന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? യഥാർത്ഥത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടോ? നമുക്ക് ഈ പ്രകാരമുള്ള പ്രതിസന്ധികൾ വന്നിട്ടില്ല, പെർസിക്യൂഷൻ വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ യേശുവുള്ള വിശ്വാസത്തെ ഉറച്ചു പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കുമോ? വളരെ വളരെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ വിശ്വാസികളാണെന്നൊക്കെ പറയുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, കൂട്ടായ്മകൾ പങ്കെടുക്കുന്നുണ്ട്. യഥാർത്ഥമായ വിശ്വാസത്തിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുക. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നിടങ്ങളിൽ യഥാർത്ഥമായി ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ നമുക്ക് സാധിക്കും. ആ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പീഡനങ്ങൾ വരുമ്പോൾ ഈ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും അതിനൊരു പ്രതിഫലം ദൈവം നമുക്ക് തരും, യാതൊരു സംശയം. അത് ദൈവം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ അന്ത്യത്തോളം ആ വിശ്വാസത്തിൽ നിൽക്കുവാൻ, കർത്താവേ, അടിയങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അന്ത്യത്തോളം ഈ വിശ്വാസത്തിൽ, യേശുവുള്ള വിശ്വാസത്തിൽ നിൽക്കുവാൻ, മറ്റൊരു മുമ്പിൽ ഈ വിശ്വാസത്തെ ഏറ്റുപറയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.